എല്ലാവർക്കും നമസ്കാരം. ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിൻ്റെ ക്രൈം നമ്പർ 64/2025 103 BNS പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈമിൻ്റെ പ്രതി ചെന്താമര 58-year-old സൺ ഓഫ് ചാമുന്നി. ഇയാൾ ഇന്നലെ രാത്രി ഏകദേശം 10 to 10:30 മണി ആ സമയത്തിനുള്ളിൽ പോലീസ്ക്ക് പിടികൂടാൻ സാധിച്ചു. ഒരു സെൻസേഷണൽ കേസായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫേർട്ട് എടുത്തു. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ ഇൻഫർമേഷൻ ആയിരുന്നു സെയിങ് ദാറ്റ് ഇയാൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു, ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു, ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു. എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി. പക്ഷേ ഫൈനലി ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രോം ദ പാഡി ലാൻഡ് ഒരു ആ സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടികൂടാൻ സാധിച്ചു. ഇയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. നിങ്ങൾ വിശദമായിട്ട് ഒരു പ്രാവശ്യം ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതെല്ലാം പ്രിലിമിനറിയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയാണ് ഉള്ളത്. സോ വാട്ട് എവർ ഇൻഫർമേഷൻ ഐ എം ഗിവിംഗ് നൗ ഇത് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ് ഉള്ളത്. ഇതിൻ്റെ കൊറാബറേഷൻ കൺഫർമേഷൻ ഇപ്പോൾ ബാക്കിയാണ്. ഇയാൾക്ക് ഞങ്ങൾ നന്നായിട്ട് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുറ്റകൃത്യം ഇയാൾ ഏകദേശം 10 മണിക്കല്ല, ഏകദേശം 10 o'clock ഇൻ ദ മോർണിംഗ് ആണ് ഈ കുറ്റകൃത്യം സംഭവിച്ചത്. ടൈം നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ്. കാരണം ഈ ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് ഫെൻസിങ് ആണ് അവിടെ. അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി നേരെ മല ഭാഗത്തേക്കാണ് ഇയാൾ പോയത്. അവിടെ പോയിട്ട് ഇയാൾ 2 ദിവസം ഏകദേശം 1.5 ദിവസം 1.5 days ആ മലയിൽ തന്നെ ഇയാൾ നിന്നു. നമ്മുടെ പോലീസ് പാർട്ടീൻ്റെ മുഴുവൻ സെർച്ച് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഇയാൾ എല്ലാം ഈ സെർച്ചിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം. സോ ഹി നോസ് ഹൗ ടു ഹൈഡ്. സോ ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസുകാരുടെ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു. ഇന്നലെ ഫൈനലി 1.5 ദിവസമായതുകൊണ്ട് ഭക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടില്ല. സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇയാൾ താഴത്താണ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി ഇയാൾക്ക് പിടിച്ചിട്ട് നിങ്ങൾ ഇന്നലെ രാത്രി വൈദ്യ പരിശോധന എല്ലാം നടത്തി. ഇപ്പോൾ മറ്റ് ഫോർമാലിറ്റീസ് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇയാൾക്ക് നിങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മേ ബി ഇൻ 1 or 2 days നിങ്ങൾ ഇയാൾക്ക് വീണ്ടും കസ്റ്റഡിയിലെടുക്കും. ക്രൈം സീൻ ഇപ്പോൾ നമുക്ക് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പരിശോധിക്കേണ്ടതാണ്. ക്രൈം സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ്. സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റ് നടപടികൾ എടുക്കാം ഇപ്പോൾ പോകുന്നത്. കേസിൻ്റെ അന്വേഷണം കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പോലീസ് പാർട്ടി എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻ ഒരു ചെറിയ കാര്യം വെരിഫൈ ചെയ്തിട്ട് ഈ അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പല സയൻറ്റിഫിക് ഹെൽപ്പ് കൂടി ഞങ്ങൾ എടുത്തിരുന്നു. ഈ കണ്ടിന്യൂസ് പോലീസ് ഡിപ്ലോയ്മെൻറ്റ് ആയതുകൊണ്ട് ഇയാൾക്ക് നമുക്ക് സേഫായിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചു. ഇന്നലെ രാത്രി കൂടി ഇയാളുടെ സേഫ്റ്റി ഞങ്ങൾ
നല്ല രീതിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഡിവൈഎസ്പി അലത്തൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടീം നമ്മുടെ അന്വേഷണം സംഘം ഫംഗ്ഷൻ ചെയ്തത്. ഇതിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ പാലക്കാട് അഡീഷണൽ എസ് പി ഹരിദാസൻ, പിന്നെ ASP അണ്ടർ ട്രെയിനി അച്യുത്, അലത്തൂർ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, മറ്റ് ഓഫീസർമാർ, നെന്മാറ പോലീസ് സ്റ്റേഷനിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നെ ഓൾ അതർ ബറ്റാലിയൻ പോലീസ് പേഴ്സൺസ് എല്ലാവരും വളരെ നല്ല പോലെ ഇതിൽ എഫേർട്ട് എടുത്തതാണ്. നെന്മാറ ആ ഏരിയയുടെ നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു നന്ദിയാണ്. കാരണം ഈ സെർച്ച് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി നമുക്ക് എല്ലാ രീതിയിൽ അവൻ സഹായിച്ചു. സോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത്. മോട്ടീവ് ഒരു പരസ്പരം ഇത് കുറേ കാലത്ത് ലൈക്ക് ഒരു ഫസ്റ്റ് മർഡർ ഉണ്ടായിരുന്നു 2019. സോ ആ സമയം മുതൽ ഈ പരസ്പരം ഒരു വൈരാഗ്യമാണ്. രണ്ടും ഫാമിലി തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യമാണ്. ഇയാളുടെ ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത്. ഷീ ഹാസ് ലെഫ്റ്റ് ഹിം. സോ ഇയാൾ his belief is that his wife has left him because of the other family. മറ്റ് കുടുംബത്തിൻ്റെ ഇടപാടായതുകൊണ്ട് ഇയാളുടെ ഭാര്യ ഇയാൾക്ക് വിട്ടുപോയത്. സോ ദാറ്റ് ഈസ് ദ എൻമിറ്റി. ആ ഒരു എൻമിറ്റിൻ്റെ ആംഗിളാണ് ഇയാൾക്ക് ഉള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ ഇതാണ് നമുക്ക് മനസ്സിലായത്. ഇയാൾക്ക് ക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത്, അത് ഞാൻ പറഞ്ഞില്ലേ, മറ്റ് അതർ ഫാമിലി, മറ്റേ കുടുംബമാണ് ഈ ആസ്ട്രോളജർ പിന്നെ മന്ത്രവാദികൾക്ക് കണ്ടിട്ട് അവന്മാരുടെ സഹായം എടുത്തുകൊണ്ട് ഇയാളുടെ ഭാര്യ ആണ് ഇയാൾക്ക് ഒഴിവാക്കിയിട്ട് പോയത്. ദാറ്റ് ഈസ് ഹിസ് ബിലീഫ്. സോ ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണം. പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാൻ നമുക്ക് ഇപ്പോൾ പറ്റില്ല. വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് വെരിഫൈഡ്. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. ഇങ്ങോട്ടാണ് വന്നത്. ഈ ഓൾറെഡി ഈ എൻമിറ്റിയുടെ കാര്യം ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത്, ഓൾറെഡി അയാളുടെ മനസ്സിൽ വളരെ ഒരു നന്നായിട്ട് വളരെ ഒരു വിശദമായിട്ട് ആ എൻമിറ്റിയുടെ കാര്യം ഉണ്ടായിരുന്നു ഇയാളുടെ മനസ്സിൽ. സോ ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്.